നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ അവിടെ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് കാണിച്ചിരുന്നിടത്ത് ഇപ്പോൾ AI യൂസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നത്തെ സമയത്ത് AI ഉപയോഗിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, AI ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് റെഡിയാക്കാറുണ്ട്, AI ഉപയോഗിച്ച് വോയിസ് ഓവർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ആളുകളും ഇപ്പോൾ ഈ AI യൂസ് ചെയ്താണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ AI യൂസ് യെസ് കൊടുക്കണോ അതോ നോ കൊടുക്കണോ, ഇത് നമ്മൾ വളരെ കറക്റ്റായി തന്നെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ യൂട്യൂബ് ചിലപ്പോൾ നമുക്ക് പണി തന്നെന്ന് വരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് AI യൂസ് നോ കൊടുക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ AI യൂസ് യെസ് കൊടുക്കേണ്ടതായ 3 മെയിൻ പോയിന്റുകൾ യൂട്യൂബ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത്, മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദേ ഡിഡ്ന്റ് ഡു. എന്ന് പറഞ്ഞാൽ ഒരു റിയൽ പേഴ്സൺ, അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസോ ആക്ടേഴ്സോ പൊളിറ്റീഷ്യൻസോ ആര് വേണമെങ്കിലും ആകാം, അവർ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, അൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് എ റിയൽ ഇവന്റ് ഓർ പ്ലേസ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവത്തെ, അവിടെ ആ നടന്ന സംഭവത്തെ നമ്മൾ മാറ്റിയിട്ട് AI യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് സീൻ ദാറ്റ് ഡിഡിൻറ്റ് ആക്ച്വലി ഒക്കർ. അതായത് ഒരു സംഭവം നടന്നിട്ടേയില്ല, ആ സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ AI യൂസ് ചെയ്തിട്ട് റിയലായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. ഇതാണ് മെയിനായിട്ടുള്ള 3 പോയിന്റുകൾ യൂട്യൂബ് ഇവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കാരണം എങ്കിലേ നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഇതിൽ കിട്ടത്തുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, നോ കൊടുത്താൽ മാത്രം മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഈ നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് റിയൽ ആയിട്ട് അത് സംഭവിക്കാനുള്ള ഒരു ചാൻസുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ AI ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, നമുക്ക് നോ കൊടുത്താൽ മാത്രം മതി. 3 എക്സാമ്പിൾസ് അവരിവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, സമ്മൺ റൈഡിങ് എ യൂണിക്കോൺ ത്രൂ എ ഫാന്റാസ്റ്റിക്കൽ വേൾഡ്. എന്ന് പറഞ്ഞാൽ ഒരു അതിശയകരമായ ലോകത്തിലൂടെ നമ്മളൊരു യൂണിക്കോണിനെ റൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മതി. രണ്ടാമത്തേത് പറയുന്നത്, ഗ്രീൻ സ്ക്രീൻ യൂസ്ഡ് ടു ഡെപ്പിക്ട് സമ്മൺ ഫ്ലോട്ടിങ് ഇൻ സ്പേസ്. അതായത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഒരാൾ സ്പേസിൽ വായുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മാത്രം മതി. ചില എക്സാമ്പിൾസ് മാത്രം അവർ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്, യൂസിങ് ആൻ AI ജനറേറ്റഡ് ഓർ അൾട്ടേർഡ് ആനിമേഷൻ ഓഫ് എ മിസൈൽ ഇൻ എ ഫുള്ളി ആനിമേറ്റഡ് വീഡിയോ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ്ലി ഒരു ആനിമേറ്റഡ് വീഡിയോ ആണ്, അതിനുള്ളിൽ നമ്മൾ AI ഉപയോഗിച്ച് ഒരു മിസൈലിൻ്റെ വീഡിയോയും കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് റിയലായി സംഭവിക്കാൻ ഒരു ചാൻസുമില്ല, ഇതെല്ലാം നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള വീഡിയോസിൽ നമുക്ക് അൾട്ടേർഡ് കണ്ടന്റ് നോ കൊടുത്താൽ മതി. ഇനി നമ്മൾ നോർമലായി ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്ന ചില മൈനർ ചേഞ്ചസ്, അതുപോലെ AI ഉപയോഗിച്ച് ചെയ്യുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ, ഇവിടെയും നമുക്ക് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, നോ കൊടുത്താൽ മാത്രം മതി. ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ഞാൻ ഒന്നിച്ചു പറയുകയാണ്, കാരണം ഒരേപോലുള്ള കാര്യങ്ങളാണ്. 1, അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽറ്റേഴ്സ്. 2, കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ ലൈറ്റിംഗ് ഫിൽറ്റേഴ്സ്. 3, സ്പെഷ്യൽ എഫക്ട്സ് ഫിൽറ്റേഴ്സ് ലൈക്ക് ആഡിങ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓർ വിൻറ്റേജ് എഫക്ട്സ്. അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ബ്യൂട്ടി ഫിൽറ്റർ ആഡ് ചെയ്യുന്നത് കൊണ്ടോ, കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റിംഗ് ഫിൽറ്റേഴ്സ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നത് കൊണ്ടോ, വിൻറ്റേജ് എഫക്ട്സ് പോലുള്ള മറ്റ് പലതരത്തിലുള്ള എഫക്ട്സും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ടോ നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, നോ കൊടുത്താൽ മാത്രം മതി. ഇനി നാലാമത്തേതും അഞ്ചാമത്തേതും ഞാൻ ഒന്നിച്ച് പറയുകയാണ്. അതായത് പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് ലൈക്ക് യൂസിങ് ജനറേറ്റീവ് AI ടൂൾസ് ടു ക്രിയേറ്റ് ഓർ ഇംപ്രൂവ് എ വീഡിയോ ഔട്ട്ലൈൻ, സ്ക്രിപ്റ്റ്, തംബ്നെയിൽ, ടൈറ്റിൽ ഓർ ഇൻഫോഗ്രാഫിക്. അതുപോലെ അഞ്ചാമത്തേത് ക്യാപ്ഷൻ ക്രിയേഷൻ. അതായത് നമ്മൾ ഈ AI ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയുടെ ഔട്ട്ലൈൻ, സ്ക്രിപ്റ്റ്, തംബ്നെയിൽ,
ടൈറ്റിൽ, അതുപോലെ മറ്റ് ഇൻഫോഗ്രാഫിക് ആൻഡ് ക്യാപ്ഷൻ ക്രിയേഷൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഇപ്പോൾ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് AI ഉപയോഗിച്ചാണ്, ടൈറ്റിലും ജനറേറ്റ് ചെയ്യാറുണ്ട് AI ഉപയോഗിച്ച്. ഇവിടെയൊക്കെ നമ്മൾ AI യൂസ് യെസ് കൊടുക്കണമെന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ AI യൂസ് യെസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, നോ കൊടുത്താൽ മാത്രം മതി. അടുത്തത് വീഡിയോ ഷാർപ്പനിങ്, അപ്സ്കെയിലിംഗ് ഓർ റിപ്പയർ ആൻഡ് വോയിസ് ഓർ ഓഡിയോ റിപ്പയർ. അതായത് നമ്മുടെ വീഡിയോയെയും ഓഡിയോയെയും നമ്മൾ എൻഹാൻസ് ചെയ്യുകയോ ക്വാളിറ്റി കൂട്ടുകയോ ചെയ്താലും ഇവിടെ നമുക്ക് AI യൂസ് നോ കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഐഡിയ ജനറേഷൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടുന്ന ഐഡിയ നമ്മൾ ഈ AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ AI യൂസ് നമുക്ക് നോ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ടുള്ളത് ക്ലോണിങ് വൺസ് ഓൺ വോയിസ് ടു ക്രിയേറ്റ് വോയിസ് ഓവർ ഓർ ഡബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശബ്ദം നമ്മൾ ക്ലോൺ ചെയ്ത് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ടുള്ളത് ഗെയിം പ്ലേ ഫൂട്ടേജ് ഫ്രം വീഡിയോ ഗെയിംസ്. ഇത് ഈ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ അവർ ഈ ഗെയിം കളിച്ചിട്ട് ആ ഗെയിം പ്ലേ ഫൂട്ടേജ് തന്നെയാണ് അവരുടെ വീഡിയോ ആയിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളത് AI ജനറേറ്റിംഗ് ഓർ എക്സ്റ്റെൻഡിങ് എ ബാക്ക്ഡ്രോപ്പ് ടു സിമുലേറ്റ് എ മൂവിങ് കാർ. അതായത് AI ഉപയോഗിച്ച് ഒരു കാറ് അത് മൂവ് ചെയ്യുന്നതായിട്ട് സിമുലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലുള്ളത് യൂസിങ് എഫക്ട്സ് ടു എൻഹാൻസ് പ്രീവിയസ്ലി റെക്കോർഡഡ് ഓഡിയോ. ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോയെ നമുക്ക് മോഡുലേറ്റ് ചെയ്യുകയോ ബെറ്റർമെൻറ്റ് ചെയ്യുകയോ എൻഹാൻസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമുക്ക് ഈ AI യൂസ് നോ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ AI യൂസ് യെസ് കൊടുക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് AI ജനറേറ്റഡ് മ്യൂസിക്. അതായത് നമ്മൾ AI ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. രണ്ടാമത്തേത് AI ജനറേറ്റഡ് എക്സ്ട്രാ ഫൂട്ടേജ് ഓഫ് എ റിയൽ പ്ലേസ് ലൈക്ക് എ വീഡിയോ ഓഫ് എ സർഫർ ഇൻ മവി ഫോർ എ പ്രൊമോഷണൽ ട്രാവൽ വീഡിയോ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മളൊരു ഫൂട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ഒരു റിയൽ സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് അവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊമോഷണൽ ട്രാവൽ വീഡിയോയ്ക്ക് വേണ്ടി ഈ മയോയി ഐലൻഡിൽ ഒരാൾ പോയിട്ട് കടലിൽ സർഫിങ് ചെയ്യുന്നത് പോലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അത് റിയൽ സ്ഥലത്താണ് സംഭവിക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. ഇനി അടുത്തത് AI ജനറേറ്റഡ് റിയലിസ്റ്റിക് വീഡിയോസ് ഓഫ് എ മാച്ച് ബിറ്റ്വീൻ 2 റിയൽ പ്രൊഫഷണൽ ടെന്നീസ് പ്ലേയേഴ്സ്. അതായത് നമ്മൾ AI ഉപയോഗിച്ച് 2 റിയൽ പ്രൊഫഷണൽ ടെന്നീസ് പ്ലേയേഴ്സ് ഈ ടെന്നീസ് കളിക്കുന്ന പോലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് ടെന്നീസ് പ്ലേയേഴ്സ് തന്നെ ആകണമെന്നില്ല, ഏത് കളിക്കാരുമാകാം, ഏത് കളിയുമാകാം, പക്ഷേ അത് റിയൽ ആയിട്ടുള്ള ആളുകൾ കളിക്കുന്ന പോലുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഈ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് മേക്കിംഗ് ഇറ്റ് അപ്പിയർ ആസ് ഇഫ് സമ്മൺ ഗേവ് അഡ്വൈസ് ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഗീവ്. അതായത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു റിയൽ ആയിട്ടുള്ള ഒരാൾ ഒരു അഡ്വൈസ് കൊടുക്കുന്നു, ആ രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല, നമ്മൾ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിലും അവിടെയും നമ്മൾ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ളത് ഷോയിങ് എ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് എ ടൊർണാഡോ ഓർ അതർ വെതർ ഇവൻറ്റ്സ് മൂവിങ് ടുവേർഡ് എ റിയൽ സിറ്റി ദാറ്റ് ഡിഡിൻറ്റ് ആക്ച്വലി ഹാപ്പൻ. എന്ന് പറഞ്ഞാൽ ഒരു റിയൽ സിറ്റിയിൽ ഈ കൊടുങ്കാറ്റ് പോലുള്ള കാര്യങ്ങൾ ആഞ്ഞടിച്ച് വീശുന്നു, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഈ രീതിയിൽ നമ്മൾ AI ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ശരിക്കും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്താലും ഇവിടെയും നമ്മൾ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് മേക്കിംഗ് ഇറ്റ് അപ്പിയർ ആസ് ഇഫ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് ടേൺഡ് അവേ സിക്ക് ഓർ വൗണ്ടഡ് പേഷ്യൻസ്. എന്ന് പറഞ്ഞാൽ ഒരു വയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ വർക്കേഴ്സ് അവരെ ഒന്നും ചെയ്യാതെ തന്നെ അവരെ മടക്കി അയക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ അനാവശ്യമായ രീതിയിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമ്മൾ AI യൂസ് യെസ് കൊടുത്തിരിക്കണം. ഇനി അടുത്തത് ഡെപിക്റ്റിംഗ് എ പബ്ലിക് ഫിഗർ സ്റ്റീലിംഗ് സംതിങ് ദേ ഡിഡ് നോട്ട് സ്റ്റീൽ
ഓർ അഡ്മിറ്റിംഗ് ടു സ്റ്റീലിംഗ് സംതിങ് വെൻ ദേ ഡിഡ് നോട്ട് മേക്ക് ദാറ്റ് അഡ്മിഷൻ. എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗർ, അതൊരു ആക്ടറോ ആക്ടേഴ്സോ പൊളിറ്റീഷ്യനോ ആവാം, അവർ എന്തെങ്കിലും കട്ടെടുക്കുന്നത് പോലൊരു വീഡിയോ നിങ്ങൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അവരങ്ങനെ കട്ടിട്ടില്ല. അതല്ലെങ്കിൽ അവർ കട്ടെന്ന് അവർ സ്വയം പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ AI ഉപയോഗിച്ച് വീഡിയോ ചെയ്യുകയാണ്. പക്ഷേ അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഈ രീതിയിലുള്ള വീഡിയോ നിങ്ങൾ AI ഉപയോഗിച്ച് ചെയ്താലും ഇവിടെ നിങ്ങൾക്ക് AI യൂസ് യെസ് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് മേക്കിംഗ് ഇറ്റ് ലുക്ക് ലൈക്ക് എ റിയൽ പേഴ്സൺ ഹാസ് ബീൻ അറസ്റ്റഡ് ഓർ ഇംപ്രസൺഡ്. അതായത് ഒരു റിയൽ പേഴ്സൺ, അതും ഒരു പബ്ലിക് ഫിഗറോ ആര് വേണമെങ്കിലും ആകാം, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ അവരെ ജയിലിൽ അടച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങൾ AI ഉപയോഗിച്ച് അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് AI യൂസ് യെസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് റിയലായി തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ AI ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നടന്ന സംഭവത്തെ മാറ്റിമറിച്ച് വേറൊരു രീതിയിലാക്കി നിങ്ങൾ AI ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ റിയൽ വ്യക്തികൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് AI യൂസ് യെസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് നല്ല പണി തരും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ AI യൂസ് യെസ് അല്ലെങ്കിൽ നോ കൊടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.